കേരള മീഡിയയിലോട്ട് തെറിയുടെ കടന്നുകയറ്റം വലിയൊരു കുഴപ്പമായിരുന്നു. അതായത് ഇന്ന് കോമഡി ആയിക്കോട്ടെ, ഫൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രോൾസ് ആയിക്കോട്ടെ, മീംസ് ആയിക്കോട്ടെ, ഫുള്ളും തെറിയാണ്. അതൊക്കെ വലിയ സംഭവമാണെന്നും കോമഡി ആണെന്നും പറഞ്ഞാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ പണ്ടൊക്കെ കമൻറ്റുകളിൽ അങ്ങനെ അധികമായിട്ട് തെറിയൊന്നും വിളിക്കത്തില്ല, അത്രയ്ക്ക് ദേഷ്യം വന്നെങ്കിൽ മാത്രമേ തെറി വിളിക്കുള്ളായിരുന്നു. ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കമൻറ്റുകളിൽ ചുമ്മാ മായും പൂയും സ്പാം ചെയ്യുവാണ്. ഒരു നല്ല വീഡിയോ കണ്ടാൽ തെറിയാണ്, മോശം കണ്ടാൽ തെറിയാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടാൽ തെറിയാണ്, ചുമ്മാ ഫണ്ണായിട്ടൊക്കെ പൂ വിളിച്ചിട്ട് കൊള്ളാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അതപ്പതിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ സമൂഹം. പിന്നെ വേറെ കുറേ അവന്മാർ സമൂഹത്തിനാണ് ദ്രോഹം ചെയ്തുകൊണ്ട് ഫുൾ ടൈം തെറി മാത്രം വിളിച്ച് കണ്ടന്റ് ഇടുമ്പോഴത്തേക്കും അതിനെ ആൾക്കാർ ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റർടൈൻമെൻ്റ് എന്ന് വിളിച്ചുകൊണ്ട്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ സാധാരണക്കാരുടെ ലൈഫിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരു ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ആരെയും എന്തും പറഞ്ഞ് എന്ത് അപരാധവും ചെറ്റത്തരവും കാണിച്ചിട്ട് സാധാ ലൈഫിലേക്ക് മടങ്ങിപ്പോകാമെന്നുള്ള ആ ഒരു റിയലൈസേഷൻ അതിപ്പോൾ ഫേക്ക് ഐ ഡി ഇല്ലാതെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും വന്ന് ആൾക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് എത്തിക്കാൻ പോകുന്നത് ഒരു തകർന്ന കേരളത്തിലേക്കാണ്. അങ്ങോട്ടേക്ക് ഇനി വലിയ ദൂരവുമില്ല.